to Dubai right now. ഒരു എന്താ പറയുക, ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇത് വ്യൂ പോയിന്റ് അല്ല, ബാൽക്കണി റെസ്റ്റോറൻ്റ് ആണ്. ഫോട്ടോ എടുക്കണ്ടെങ്കിൽ ഇതിന് ഒരു ലാരി കൊടുക്കണം. നല്ല തണുപ്പുണ്ട്. വരുന്ന സമയത്ത് ഹീസ് അവർ ഗൈഡ് മിസ്റ്റർ സുറ. അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ ലൈഫിലെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ദുബായിലേക്ക് വന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത്. സെക്കൻഡ് ഞങ്ങളിപ്പം ജോർജിയയിലേക്ക് പോവുകയാണ്. എനിക്ക് സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഹാപ്പിനെസ് ആണ്. എനിക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എപ്പോഴും നമുക്ക് എന്താ പറയുക, എല്ലാ മന്തിലോ അല്ലെങ്കിൽ എല്ലാ വീക്കിലോ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. മേ ബി അതൊരു ഇയർലി ആവാം. ജോർജിയയിൽ തിബ്ലീസി എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പം ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഷാർജയിൽ നിന്ന് നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടുത്തെ വിസ പ്രൊസീജിയർ എന്ന് പറയുന്നത് UAE റെസിഡൻസ് ആണെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വിസ അപ്ലൈ ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം 4 nights and 5 days പാക്കേജാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. അത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇമിഗ്രേഷനിലെത്തി അവിടുത്തെ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടുള്ളൂ. സോ അവിടുത്തെ വിസ പ്രൊസീജിയേഴ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. നേരെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാണുന്നില്ല, അങ്ങേ അറ്റത്ത് ഒരാൾ അപ്പുറം ഒരാൾ ഇപ്പുറം നോക്കിയിട്ട് ടാക്സിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ട് നിൽക്കുന്നത് ഷാർജ എയർപോർട്ടിലേക്കാണ്. നമ്മളെ ഫ്ലൈറ്റ് ഷാർജയിൽ നിന്ന് എയർ അറേബ്യ ആയിരുന്നു. അപ്പം നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു വെളിച്ചം, സാധാരണ ഉള്ളതിനെ കാട്ടിയും. ഞാനിങ്ങനെ പറയുക പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതൊന്നും ഈ ഷാർജയിലുള്ള ആൾക്കാർക്കൊന്നും ഉറക്കില്ലേ? എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴും അപാരമായിട്ടുള്ള വെളിച്ചം തന്നെ, ഭയങ്കര വെളിച്ചം, ഇതുവരെയായിട്ട് കാണാതെ പോലെ. പോകുന്ന എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കണ്ണെല്ലാം ബൾബ് കത്തുന്നതാണെന്നും അറിയില്ലേ, അതാ തോന്നുന്നു. അങ്ങനെ നേരെ എത്തിയ പാടന്നെ ഞാൻ പറഞ്ഞു, ഫറു ഇതെന്ത് ഇങ്ങനെ? എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ണൂർ എയർപോർട്ട് പോലെ ഉണ്ട്, ആൾക്കാരും കുറവ്, അതുപോലെ തന്നെ പെട്ടെന്ന് പ്രൊസീജിയറൊക്കെ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷനിലേക്ക് ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്നെ പെട്ടെന്ന് തന്നെ അവർ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഫറൂന് എന്തോ അവർക്കൊന്ന് പന്തികേട് തോന്നി. അങ്ങനെ കുറച്ച് നേരം നിർത്തിച്ചു. ഫുൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫറൂന് ഇങ്ങ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഫുഡ് പിന്നെ വിശക്കുന്ന ഒരു ടൈമായി. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ചപ്പാത്തിയും കുബൂസും ചേനക്കറിയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ബസ്സിലിരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലൈറ്റിൻ്റെ അടുത്ത് ഷട്ടിൽ സർവീസ് ആയിരുന്നു. അപ്പോൾ ഈ ബസ്സിൽ ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് അവർ തന്നെ കൊണ്ടുപോകും. അത് ഫ്രീ സർവീസ് ആയിരുന്നു. ഫ്ലൈറ്റൊക്കെ നമ്മളിതാ ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. ഫ്ലൈറ്റ് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ കയറുമ്പോൾ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ. പക്ഷെ ഫ്ലൈറ്റ് കണ്ട ആവേശത്തിന് എന്ത് ചെയ്തു, പെട്ടെന്ന് ഇറങ്ങി ഒന്നും നോക്കാണ്ട് തന്നെ നേരെ കയറിപ്പോയി. ഏറ്റവും ബാക്ക് സൈഡിലോട്ടുള്ള സീറ്റിലായിരുന്നു. സോ ബാക്കിലത്തെ ഡോറ് വഴിയാണ് ഞങ്ങൾ കയറേണ്ടത്. ഞാനാണെങ്കിൽ ചെക്കിംഗ് കൗണ്ടറിൻ്റെ അടുത്തുനിന്ന് പറയാനും വിട്ടുപോയി, എനിക്ക് വിൻഡോ സൈഡ് സീറ്റ് വേണമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, അയ്യോ ആളുണ്ടായി എനിക്ക് വിൻഡോ സൈഡ് കിട്ടില്ല. എന്തോന്നറിയില്ല, എൻ്റെ ഭാഗ്യം പോലെ തന്നെ ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3ാമത് ആൾ ഇരിക്കേണ്ട സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് അവിടെ നിന്ന് കിട്ടി. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് വെൽക്കം ഒക്കെ ചെയ്തു. അവിടെ ഞങ്ങൾ സീറ്റിൽ പോയിട്ടിരുന്ന് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങളെ കുറച്ച് പ്രൊസീജിയേഴ്സ് അവർ പറഞ്ഞു തരാണ് ചെയ്യുന്നത്. Adjust the elastic bands and breathe normally. Remember, secure your own mask before assisting others. في حال نزول كمامات الأكسجين اسحبها باتجاهك ثم ضعها فوق أنفك وفمك. اسحب الشريط المطاطي وتنفس بشكل طبيعي. وتذكر، ثبت كمامتك أولا أقوى. ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അവിടുന്ന് സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ എയർ ഹോസ്റ്റസ് എക്സ്പ്ലെയിൻ ചെയ്താന്നു. അതാണ് നിങ്ങൾ മുന്നേ കണ്ട വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യാത്രക്ക് മുന്നിലുള്ള ദുആ ഒക്കെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അനൗൺസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. മേ ബി എയർ അറേബ്യ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അനൗൺസ് ചെയ്ത് പറയുന്നത്. വേറെ എയർലൈനിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഹിയർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ. ഞാൻ മുന്നേ ട്രാവൽ ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു. അതിലിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ദുബായിനോട് യാത്ര പറഞ്ഞ് നമ്മളിതാ ജോർജിയയിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 10 minutes ആവുന്നതിന് മുന്നേ നമ്മളെ മെയിൻ കലാപരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഫുഡാണല്ലോ മുഖ്യം. അവിടെ നിന്നൊരു ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ക്രോസൻ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രോസൻ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തു. ക്രോസൻ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു 10 minutes ആയപ്പോൾ നമുക്ക് വിശന്നു. അങ്ങനെ ഞാൻ പാസ്ത ഒക്കെ ഓർഡർ ചെയ്തിട്ട് പാസ്തയും വന്നു. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് വാങ്ങി. ഇതിന് വീഡിയോസ് ഇടലുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയതും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ, ചിക്കൻ അൽഫ്രെഡോ പാസ്ത വിത്ത് ടർക്കി സ്ലൈസ് ആണ്. ഇതൊരു യോഗേർട്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ട്. ടേസ്റ്റ് വൈസ് ഗുഡ് ആയിരിക്കും. ടേസ്റ്റോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ വീണുപോയി. ഇതിന് ഇവിടുത്തെ 28 dirhams ആണ് വരുന്നത്. നാട്ടിലാവുമ്പം അറൗണ്ട് ഒരു 650-700 rupees ഉണ്ടാവും. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് അത്ര വലിയ ക്വാണ്ടിറ്റി ഇല്ല. പൈസക്ക് വേർത്തല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കാം, നമുക്ക് ടേസ്റ്റ് ഉണ്ട് നല്ല. എനിക്കിഷ്ടമായിന്. എനിക്ക് പാസ്ത പോലത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇതിന് ബോധിച്ചു. ഉണ്ട്, പാസ്ലി ലീഫ് ഉണ്ട്, പിന്നെ ബോയിൽഡ് ചിക്കനാണ്. ബോയിൽഡ് ചിക്കനിൽ പെപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത് തന്നെയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഫ്ലേവർ വൈസ് ഓക്കെയാണ്, എനിക്കിഷ്ടം. ഞാൻ വാങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു, യൂഷ്വലി എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എനിക്കിഷ്ടമായിന്. അങ്ങനെ ഫൈനലി നമ്മൾ ജോർജിയയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉയരെ ഫിലിം കണ്ട് ചെറിയൊരു ഇൻസ്പിറേഷനിൽ എനിക്ക് ഫ്ലൈറ്റിൽ നിന്നൊരു ചെറിയൊരു പൂതി വന്ന് ഒന്ന് കോർപ്പിച്ച് കാണണം എന്നുള്ളത്. അങ്ങനെ എയർ ഹോസ്റ്റസിനോട് സംസാരിച്ചു, കോ പൈലറ്റിനോട് സംസാരിച്ച് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കോർപ്പിച്ച് കംപ്ലീറ്റ് കാണാൻ. താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് ദിസ്. Please sit here. Sure. Just increase the price. Stay there. Brother, you won't buy, I know that. Then, when is your return schedule There? Now? to Dubai? Right now. We are going back now. Preparing everything. Everything preparing. Okay. Timing? Huh? Timing? Timing. We are departing in 45 minutes. No, 55 minutes. Okay. No, 25. 25. You don't have rest? We are ready. Captain, how much food we have to take going back? You can tell how much you want. We have extra. You're preparing everything for next takeoff. Okay, today I'm the captain. Let's go. You have to run everything. I will sit like this, okay? Is it okay for you? Of course. Okay. We can manage. Thank you so much. ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ പൈലറ്റിനോട് നമ്മൾ കുറച്ച് കിസ്സൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമിഗ്രേഷനിൽ പോയിട്ട് ഓൺ അറൈവൽ വിസ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പം തന്നെ അവിടെ നിന്ന് ഒരു പോലീസ് ഉണ്ടായിരുന്നു. അവർ വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാനൊരു ലേഡി ആയതുകൊണ്ട് ജസ്റ്റ് ആ ഒരു വാർണിംഗ് തന്ന് അവർ വിട്ടു. വേറെ മെയിൽസ് ആണെങ്കിൽ എന്തായാലും ഉറപ്പാണ് ക്രോസ് ചെക്ക് ചെയ്യും ഫോൺ. കാരണം ഫോൺ യൂസ് ചെയ്യുന്ന ഇമിഗ്രേഷനിൽ ഫോൺ യൂസ് ചെയ്യുന്നവർ അവർ വല്ലാണ്ട് പറയുന്നുണ്ട്. നമുക്ക് ഓൺ അറൈവൽ വിസ എടുക്കാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് വന്നത് റിട്ടേൺ ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ എത്ര ദിവസമാണോ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ്. പിന്നെ മുന്നേ ഒക്കെ അവിടെ കാർഡ് മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇപ്പം ലിക്വിഡ് ക്യാഷാണ് അവർ മാൻഡറ്ററി ആക്കിയത്. പെർ ഹെഡിന് ഒരു $300 കയ്യിൽ വെക്കണം. ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രൊസീജിയേഴ്സ് ഒരുമിച്ചിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു എത്ര പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു $600 ഉള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് നമുക്ക് പാസ്പോർട്ടിൽ 2 പേരുടെയും സീൽ ചെയ്താന്നു. അതാണ് വിസ, ഓൺ അറൈവൽ വിസ. ജസ്റ്റ് സീൽ ചെയ്താന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്ത നമ്മളെ ഗൈഡാണ് ഈ സൂറ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്ന ഓൺ ദ വേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കക്കേത്തി എന്ന് പറഞ്ഞ പ്ലേസിലാണ് പറഞ്ഞത്. കക്കേത്തി സിഗ്നാഗി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് നമ്മൾ പോകുന്നത്. ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോയില്ല. കാരണം നമ്മൾ അറൈവ് ചെയ്യുമ്പോൾ തന്നെ അറൗണ്ട് ഒരു 1 o'clock അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പം ഒരു അറൗണ്ട് 1:30-2 മണി ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പം പിന്നെ റൂമിൽ പോയി വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അത് പോസിബിൾ അല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളോട് സിമ്മ് വേണമെന്ന് ചോദിച്ചിട്ട് അവിടെ പുറത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. സിമ്മ് വേണമെന്ന് ചോദിച്ചു. അറൗണ്ട് ഒരു $12 പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടുന്ന് വാങ്ങിയില്ല. നമ്മൾ സൂറനോട് ചോദിച്ചപ്പം പറഞ്ഞു ടൗണിൽ ചീപ്പായിട്ട് നമുക്ക് സിമ്മ് കിട്ടും, അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ടൗണിൽ നിന്നാണ് വാങ്ങിയത്. ഓൺ ദ വേ നമ്മളൊരു ജോർജിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഇവിടെ ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. ബ്രെഡും അങ്ങനത്തെ ഒക്കെ കാര്യം. പിന്നെ ഇവിടെ കൂടുതൽ this is pork. Pork? No halal. No, that one. Chicken? No. No chicken? അങ്ങനെ ചിക്കൻ ഉണ്ടോ തപ്പി നമുക്ക് ജോർജിയയിലൊരു ട്രഡീഷണൽ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റത്തെ 2 ബൈറ്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, വിശന്നുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ പിന്നെ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് ആ ഒരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയല്ലോ കഴിച്ചു കഴിഞ്ഞു, കാരണം നല്ല വിശപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണല്ലേ ഫ്ലൈറ്റിൽ നിന്ന് ഇത്രക്കായിട്ടും തിന്നത് എന്ന്. പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് തിന്നിട്ട് എന്താണെന്നറിയില്ല, തണുപ്പ് കൂടുന്നതുകൊണ്ട് തോന്നുന്നു വിശപ്പും കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ സൈറ്റ് സീയിങ്ങിലൊക്കെ നിർത്തി. ആ നേരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടോ, ബിൽഡിംഗ് അല്ല, ആ ഒരു ഏരിയ, അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അവിടെ നമ്മളൊരു വഴിയിൽ നിർത്തിയപ്പോൾ ഒരു അപ്പൂപ്പനെ കണ്ടു. അപ്പൂപ്പൻ അവിടുത്തെ ഫിഗ് തന്നു, അതായത് നമ്മുടെ അത്തിപ്പഴം. അത് ഉണക്കിയ അത്തിപ്പഴമാണ്. ആൾ തന്നപാട് തന്നെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നമ്മളത് സ്വീകരിക്കണമല്ലോ. ഞാൻ വാങ്ങി. പക്ഷെ ഫറൂന് എന്തോ ഒരു മടി. ഫറു അങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ നമ്മളതെല്ലാം വാങ്ങി. മൂപ്പർക്ക് ഒരു സന്തോഷത്തിനൊരു ചെറിയ പൈസയും കൊടുത്തു. വൈക്കുള്ള സൈറ്റ് സീയിങ് ഒക്കെ നിർത്തി കണ്ടിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ടീം ഓഫ് മ്യൂസിയം For Firosmani. നമ്മൾ ജോർജിയയിലെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കക്കേത്തിയിലാണ് എത്തിയിരിക്കുന്നത്. കക്കേത്തിയിൽ സിഗ്നാഗി എന്ന് പറഞ്ഞ പ്ലേസിലാണുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് മൊണാസ്ട്രിയിൽ വന്നു. മൊണാസ്ട്രിയിൽ പ്രത്യേകിച്ച് ഉള്ളിലൊന്നും കാണാനില്ല. സോ ഇതാണ് ഈ സിഗ്നാഗി എന്ന് പറഞ്ഞ പ്ലേസിൻ്റെ ഫുൾ വ്യൂ വന്നിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം കാണാം. നമ്മളിപ്പോൾ നടന്ന് നമ്മളെ ഗൈഡ് എങ്ങോട്ടോന്നും ഇല്ലാണ്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. അടുത്തെവിടെയോ ഒരു ഫോട്ടോ എല്ലാം എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് കൊണ്ടുവന്നു. എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് അവിടെ എത്തി അറിയാം എങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ഏരിയ ഇറ്റ്സ് സൂപ്പർബ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പണ്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുമ്പോൾ കാണുന്ന വീടുകളും അങ്ങനത്തെ ഒരു ടൈപ്പ്, ഒരു വില്ലേജ് ടൈപ്പാണ് ഇവിടെ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ വീടും ഓരോ ബിൽഡിങ്സും കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത്. നമുക്ക് ഷോപ്പ് ചെയ്യാമെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഷോപ്പ് ചെയ്യാം. അത്രയ്ക്ക് വലിയ പേയ്മെൻ്റ് ഒന്നുമില്ല.
ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. പക്ഷെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഈ ഷൂ ഒക്കെ നോക്കിയേ, നല്ല അടിപൊളി ഷൂ ആണ്, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട് ഈ ഷൂ ഒക്കെ കാണാൻ. അതുപോലെ തന്നെ ഹാറ്റും കുട്ടിയൊക്കെ വെച്ച് നല്ല, ഇതൊക്കെ വൂളൻ്റെ ഇതുകൊണ്ട് നെയ്തെടുത്തതാണ്. കിൻകാലേത്. ആ ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഫുഡ് എന്ന് പറയുന്ന കിൻകാലിദ്. ഇരിക്കുന്നതിൽ വൂളനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഡോൾസ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, എന്തായാലും എല്ലാം കംപ്ലീറ്റ് വൂളൻ. അതാണ്. അതുപോലെ ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ വൂളനെ കൊണ്ട് നമ്മൾ തുന്നാറില്ലേ സാധനങ്ങളൊക്കെ, ഡോളൊക്കെ കണ്ട ഫുൾ ഹാൻഡ് മെയ്ഡ്. ഇതാരാണ്? ഉപ്പാപ്പ. He is our guide, Mr. Zura. Tell your Georgia friend to subscribe my channel. Georgia. എനിക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒന്ന് വാങ്ങിത്തരണേ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കൺട്രി പോയിട്ട് അവിടെ നമ്മുടെ മെമ്മറിയാണ്. ഇവിടെ നീ പറിച്ചെടുത്ത് അടിച്ചോനെ ഞാൻ. ഇത് സ്പൈസസ്, ജോർജിയൻ സ്പൈസസ് ആണ് ഇതൊക്കെ. സോൾട്ട് ഉണ്ട്, പിന്നെ എന്തെന്ത് പാപ്രിക്ക പൗഡർ, ഓസ്റ്റർ സ്പൈസസ്, അങ്ങനെ എന്തൊക്കെയോ സ്പൈസസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഏതോ ടൈപ്പ്. പക്ഷെ ഇവർ ഈ എല്ലാ മ്യൂസിക്കിലും ഇവരെ ജോർജിയന്റെ വീഡിയോസ് ആണ് കവർ ചെയ്യുന്നത്. നമുക്ക് വരുന്ന വഴിക്ക് ഗൈഡ് ഒരു മല്ലിക്കാണോ ആപ്പിൾ ആട് ഇത് വോഡ്ക. What is this? This is also same. This is maybe brandy. Brandy. Yes. Georgian brandy. ഇത് ജോർജിയൻ വോഡ്ക. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്ക് നല്ല ബെനിഫിറ്റ് ആണ്, വന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ജോർജിയന്റെ ട്രഡീഷണൽ ജാക്കറ്റ് ആണ് വരുന്നത്. നെയിം നബാത്തി. ഇത് മൗണ്ടെയിൻ ഏരിയയിൽ അവർക്ക് കോൾഡ്, ഭയങ്കര കോൾഡ് ആയിരിക്കില്ല, അപ്പോൾ അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവരുണ്ടാക്കുന്നത്. അത് ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഭയങ്കര ചീപ്പാണ്. കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ റേറ്റും കുറച്ച് ചീപ്പാണ് കേട്ടോ. ഇവിടെ വരുന്ന ആൾ നമ്മൾ ഊട്ടിയിലും വയനാട്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ ഹാറ്റൊക്കെ വെച്ച് നോക്കുന്ന പോലെ വന്നിട്ട് വെച്ച് നോക്കാൻ പാടില്ല. ഒരു ലാരിയാണ് ഇത്. ഫോട്ടോ എടുക്കണ്ടെങ്കിൽ ഇതിന് ഒരു ലാരി കൊടുക്കണം. അപ്പോൾ സൂക്ഷിച്ചും കണ്ടിട്ടും ഓരോന്ന് ടച്ച് ചെയ്യും കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് സെൻറ്റ് ജോർജി ചേർച്ചാണ്. എബവ് 300 years ആയി പോലും ഇതിവിടെ ഉണ്ടായിട്ട്. സ്പെഷ്യാലിറ്റി വൈൻ ഐസ്ക്രീം. വൈൻ ടേസ്റ്റ് ചെയ്യാൻ വരുന്ന ആള് ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. ഒരു എന്താ പറയുക, ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇത് വ്യൂ പോയിന്റ് അല്ല, ബാൽക്കണി റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻ്റ് പേര് വന്നിട്ട് ബാൽക്കണി. അതുപോലെ ഇപ്പറുണ്ട് ഒരു റെസ്റ്റോറൻറ്റ്, കുസീക്ക റെസ്റ്റോറൻറ്റ്. എന്ത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വന്നാൽ ഫോട്ടോ എടുക്കുക, വയറ് നിറച്ച് ഫുഡും കഴിക്കുക. This is the church. This is what possible. എല്ലാം പോകാൻ പറ്റും മോനെ, പറവാ ഉള്ളിൽ എന്നാ നോക്കാം. ഇത് നമ്മുടെ ജോർജിയയിലെ സെക്യൂരിറ്റി ടവറാണ്. വാവ്, ഗുഹ പോലെ ഉണ്ട് ഉള്ളില്. അപ്സ്റ്റേ ഓക്കെ. അയ്യ, എന്നാ വെളിച്ചടിച്ചെന്നാ ഒന്നും കാണുന്നില്ലല്ലോ. വന്നവയോ? ഒരു ഗുഹയാ. ഇതിലാണ് സെക്യൂരിറ്റി ടവർ എന്ന് പറയുന്നത്.
നമുക്ക് മേലെ പോയാൽ കംപ്ലീറ്റ് ജോർജിയൻ വ്യൂ കാണാൻ പറ്റും. പക്ഷെ ഇതെങ്ങനെ താഴത്തേക്കിനി വരും കയറിയാലേ അച്ഛനെ അറക്കണ്. ആ വന്നോ. ഇച്ചിരി അഡ്വഞ്ചർ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്ക് മെല്ലെ മെല്ലെ കയറി വരാം. മെല്ലിലെത്തി കംപ്ലീറ്റ് വെളിച്ചാണ്. ആ സെറ്റ് സ്ഥലം. കംപ്ലീറ്റ് കക്കേറ്റി സിഗ്നക്കി വ്യൂ ആണ് ഈ കാണുന്നത്. മുന്നേ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ലേ, ആ ഒരു കംപ്ലീറ്റ് വ്യൂ. ഇതിന് ഇവര് സെക്യൂരിറ്റി ടവർ എന്നാ പറയുന്നത് ഈ ഒരു ഏരിയക്ക്. കണ്ട ഉള്ളിൽ കംപ്ലീറ്റ് ഗുഹ പോലെയുള്ളത്. ഞാൻ കഥച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കല്ലുകളാണ്. നമ്മളിപ്പോൾ ഈ കയറിയ സെക്യൂരിറ്റി ടവറോ അതായാലും ശരി, ഫുൾ ഇതുപോലത്തെ കല്ല്. ഒന്ന് കാല് സ്ലിപ്പായ താഴത്ത് പോകും. പക്ഷെ നല്ല രസമുണ്ട്, കുറച്ച് അഡ്വഞ്ചറാണ് കാണാനും പോകാനും. വാ എൻ്റെ കൂടെ വന്ന് ഇങ്ങോട്ട്. നമ്മൾ ശരിക്കും ഈ ജോബിന് പോകുന്ന ആൾക്കാരും സ്ട്രെസ് ഫ്രീ ലൈഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 വീക്കോ 2 വീക്കോ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പോകും. ശരിക്കും അത് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടതാണ്. കാരണം നമ്മൾ പലപ്പോഴും ജോലി വീട് കുടുംബം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ലൈഫിൽ നല്ല നല്ല മൊമെൻറ്റ്സ്, നല്ല പ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കും. പക്ഷെ അതിന് പകരമായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലേസിൽ ഒരു 1 or 2 ഡേയ്സ് വന്ന് സ്റ്റേ ചെയ്യുക, നമ്മളെ മൈൻഡ് റിഫ്രഷ് ചെയ്യുക. ഇതൊക്കെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ജോബ് മാത്രം പോരാ, ഫാമിലി ടൈം എൻജോയ് ചെയ്യണം. ഇതുപോലെ എൻജോയ് ചെയ്ത് വന്ന് നിൽക്കണം. ഇവിടെയുള്ള നാട്ടുകാർ ആ വാളിന് പറയുന്നത് കോപ്പി ഓഫ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്നാണ്. ഇത് ചൈനൻ്റെ വാളിനെക്കാട്ടിയും ഒരു കോപ്പി പോലെ അവർ കൺസിഡർ ചെയ്യുന്നതാണ്. ഞങ്ങളെ ഗൈഡ് സുറ പറഞ്ഞു തന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ. നമ്മളിപ്പം കയറിയ പോലത്തെ സെക്യൂരിറ്റി ടവർ ഒന്ന് മാത്രമല്ല, ആ ഏരിയയിലുണ്ട് 2 എണ്ണം. അതുപോലെ ഇപ്പുറത്തെ ഏരിയയിലും ഉണ്ട്, ഒരുപാടുണ്ട് സെക്യൂരിറ്റി ടവേഴ്സ്. കാരണം ഈ ഫുൾ ഏരിയ അവർക്ക് കാണണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ടവർ വേണം, അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റില്ല. ഇവിടുത്തെ എതിരാളികളെ ഷൂട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, മറവ് കേന്ദ്രം എന്ന് പറയാൻ പറ്റും. തോക്കോ അല്ലെങ്കിൽ അമ്പോ ഇവിടെ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഫേക്ക് അല്ല. ഇവിടുത്തെ ആൾക്കാർ പറയുന്നതാണ്, ഈ ട്രൂ സ്റ്റോറിയാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാളിൻ്റെ അവിടെ 1 2 3 4 ഇതുണ്ട്. അതുപോലെ തന്നെ എല്ലാ സെക്യൂരിറ്റി ഹോളിലും ഇതുപോലെ ഓരോ ഗുഹകളുണ്ട്. അതിലൂടെയാണ് അവർ എനിമീസിനെ വീഴ്ത്തുന്നത്. കാലങ്ങളിൽ ഇവിടെ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് വില്ലേജിലുള്ള ആൾക്കാർ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരു സേഫ് സോൺ നിൽക്കുക. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ആയിരിക്കും ഉണ്ടാവാൻ. അവർ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഗുഹയിൽ കൂടെ അമ്പും അതുപോലെ ഗണ്ണും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എനിമീസിനെ വീഴ്ത്താറ്. നല്ല തണുപ്പുണ്ട്. വരുന്ന സമയത്ത് ക്ലൈമറ്റ് നോക്കിയപ്പോൾ റെയിനിയാണ് കാണിച്ചത്. പക്ഷെ ഇവിടെ രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളപ്പം നല്ല ക്ലൈമറ്റാണ്, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. എല്ലാവരും പറഞ്ഞ ഏപ്രിലിൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കുറച്ച് ചൂട് വരാൻ ചാൻസ് ഉണ്ട്, പോവണ്ടെന്നല്ലാണ്. പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് എൻ്റെ പകുതി വേവ് കഴിഞ്ഞു തണുത്തിട്ട്. ഓക്കെ, monastery have a name for site. okay, You understand? yeah, I understood. This monastery for Saint George. This is Saint George. Yes, name. Okay, Monastery name Saint George. okay. ഈ മൊണാസ്ട്രിൻ്റെ പേര് വന്നിട്ട് സെയിൻറ്റ് ജോർജ് എന്നാണ്. ഇവിടെയുള്ള ഓരോ മൊണാസ്ട്രിക്കും ഓരോ ആൾക്കാരുടെ പേരാണ്, ലൈക്ക് മറിയം. അതുപോലെ തന്നെ ഇതിപ്പം സെയിൻറ്റ് ജോർജ് ആണ്.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിയർ ബൈ ഒരു കത്തോലിക് ചർച്ചിൻ്റെ അവിടെ എത്തി. ഇവിടെ കൂടുതലും ക്രിസ്ത്യൻ കുട്ടികൾ അവിടുത്തെ ഇത് വേദപുസ്തകങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അതായത് അവരുടെ ഇത് പ്രകാരം, അവരുടെ റൂള് പ്രകാരം അവിടെ നിന്ന് പഠിക്കുന്നവർ അവിടെ തന്നെ അവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നാണ്. അല്ലെ അതുവരെ അവർ ആ ഒരു ഏരിയയിൽ തന്നെ കറങ്ങി കളിക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ സൂറ കൊണ്ടുപോയി ഞങ്ങൾ. അവിടെ എന്ന് വെച്ചാൽ ഇവരൊക്കെ അവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ്, ജാമ്, ഓയിൽ അതെല്ലാം സെൽഫ് മെയ്ഡാണ് അവിടുത്തെ തന്നെ. എല്ലാം എന്താ പറയുക, നാച്ചുറൽ ഐറ്റംസാണ് എല്ലാത്തിൻ്റെയും. അത് നമ്മളെ കൊണ്ടുപോയി കാണിച്ച് നമ്മൾ ഫുള്ള് ചുറ്റും കണ്ടു. അവിടെ ഇതുണ്ട്, നമ്മളെ ജാം ഉണ്ടായിരുന്നു, അതുപോലെ റോസ്മേരി ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഓയിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്കറിയാതെ കുറേ പേരുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. എല്ലാം ഒരു 5 to 12 ലാരി അങ്ങനെയുള്ള രീതിയിലുള്ളതാണ്. സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സ്ട്രോബെറി കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ചെറി ഓൾസോ ഓയിൽ. അത് തേൻ ഇതാ പറോ 18 ലാരി. ജോർജിയൻ റോസ്മേരി ഇതല്ലേ? വാട്ട് ഈസ് ദിസ്? Essential cold press. Tools. ഇതെന്താ സാധനം? ഇത് ഇവിടുത്തെ ഒരു ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് ആണ്. ഇവിടുത്തെ സോൾജറൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ക്യാരി ചെയ്ത് പോകുന്ന സാധനമാണ്. അതായത് മുന്തിരിൻ്റെ സ്ക്വാഷ് മേലിൽ അതിനെന്തോ ഡ്രൈ ചെയ്തിട്ടുള്ള സംഭവം, പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വാൾനട്ട് ഉണ്ടാവില്ലേ, വാൾനട്ട്, അതുപോലെ തന്നെ ഫിഗ്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 1 ടൈം ടേസ്റ്റിന് നല്ലൊരു സാധനമാണ്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഉള്ളിൽ നട്ട്സ് പോലെ കടിക്കാനുള്ളത് കൊണ്ട് അത് ടേസ്റ്റ് ഉണ്ട്. 1 ടൈം ടേസ്റ്റിന് അത് ഓക്കെയാണ്. നമ്മൾ വാങ്ങിയിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ റൂമിൽ കൊണ്ടുപോയിട്ട് പിന്നീട് തിന്നുമ്പോൾ അതൊരു വലിയ ടേസ്റ്റില്ല. പിന്നെ കുഞ്ഞി മഗ്ഗിലൊക്കെ മോരൊക്കെ കണ്ടു, 3 ലാരി അവിടെ ചെറിയ മോരിന്, പക്ഷെ ഫ്രഷാണ്, മിൽക്കും മോരും ഒക്കെ ഉണ്ട്, ഹെർബ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മൾ ലാസ്റ്റ് പോയ സ്ഥലം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഇന്നത്തെ ഡേ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു, സിമ്മ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങി. നമ്മൾ വാങ്ങിയത് അറൗണ്ട് $8. അതായത് എയർപോർട്ടിൽ $12 പറഞ്ഞ സാധനം നമ്മളിവിടുന്ന് ടൗണിൽ നിന്ന് $8 വാങ്ങി. അൺലിമിറ്റഡ് നെറ്റ്വർക്കുമായിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ സിമ്മ് വാങ്ങി ഫൈനലി നമ്മളെ റൂമിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കി തന്നു. ഞങ്ങൾ
ഹോട്ടൽ സ്റ്റേ അല്ല, ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേ ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മളെ കൊണ്ടുപോയി സൂറ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. പിന്നീട് ഞങ്ങൾ അവിടെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല റൂമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോകണം. ഇവിടെ നമ്മൾ നിന്നെടുത്ത് നിന്ന് ടൗണിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഈ മുന്നിൽ കാണുന്ന 2 റഷ്യൻ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അവരെനിക്ക് തോന്നുന്നു അറൗണ്ട് 3 ആഴ്ചയായി ഇവിടെ ജോർജിയയിൽ സ്റ്റേ ചെയ്യുന്നത്. ഈ ഹോട്ടലിലല്ല, വേറെ എവിടെയോ ആണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് തന്നെയായിരുന്നു അവരും ചെക്ക് ഇൻ ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ സന്ധ്യ ആവുന്നത് 6 മണി 7 മണിയാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് രാത്രി ആയത് അറൗണ്ട് 8 മണി ആയപ്പോഴാണ്. അതുവരെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കുറച്ച് ഇരുട് വന്നത്. നമ്മളിപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് നടന്നു പോയി. ഇവിടെ പുറത്ത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ദുബായിൽ പോലും ഇത്ര തണുപ്പില്ല, നല്ല തണുപ്പുണ്ട്. എൻ്റെ ഗ്ലൗസ് ഇട്ടാൽ മതിയായിരുന്നു. അല്ല ഊതിപ്പറപ്പിച്ചു ഞാൻ തണുപ്പിന്. നമ്മളിപ്പം തിബിലീസിൽ നിന്ന് ബസ് പിടിച്ചിട്ട് എങ്ങോട്ടോ പോവാ. ഫുഡ് കഴിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്ത് വന്നതാണ്, പക്ഷേ ഇതിപ്പോൾ എങ്ങോട്ടോ പോവാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല പോലും. എവിടെ എത്തും, എത്തുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും. നമ്മൾ ബസ് ഇറങ്ങി ഇപ്പം തിബിലിസി സിറ്റിയിലാണ് വന്നിറങ്ങിയത്. കാരണം നമുക്ക് ആ ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പ്രോബബ്ലി തിബിലിസി സിറ്റിയിലായിരിക്കും ഉണ്ടാവാൻ, അറിയില്ല എവിടെയാണെന്നുള്ളത്. ഇനി ചോദിച്ച് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടാൽ ഫുഡ് കഴിച്ച് ഒന്നിവിടെ കറങ്ങി എന്നിട്ടൊക്കെ റൂമിലേക്ക് പോകും. അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുള്ള എന്തായാലും നല്ല തണുപ്പാണ്. അപ്പോൾ എന്തായാലും വിശക്കും. എന്തെങ്കിലും വാങ്ങിയിട്ട് റൂമിൽ വെച്ചാൽ വിശപ്പിന് കഴിക്കാം, അല്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും. കേൾക്കുന്നുണ്ട് നിങ്ങൾ? ബ്രെഡ് വേണോ? ഒന്നോ 2.90 ആരെയോ. ഇവിടെ ഫുഡിന് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. റൂമിനേക്കാളും എക്സ്പെൻസീവ് ഫുഡാണ്. മാഗി എടുത്താലോ? ഇതെടുക്കട്ടെ? ഇതെടുക്കാല്ലേ? ഇത് 3 മതി. അങ്ങനെ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ റൂമിലേക്ക് പോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡേ 1 കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ.